നമസ്കാരം. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയൻ സൈന്യത്തിലെ ഹിസ്ബുള്ള പ്രതിനിധി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഈ മേഖലയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിയത്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ വെച്ചാണ് ഇയാളെ വധിച്ചത് എന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വാർത്ത. എന്നാൽ ഇസ്രായേൽ സൈന്യമാകട്ടെ ഇക്കാര്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടുമില്ല. സിറിയൻ സൈന്യത്തിലെ ഹിസ്ബുള്ളയുടെ പ്രതിനിധിയായ സൽമാൻ നെമർ ജമയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വളരെ കൃത്യമായി ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എങ്കിൽ പോലും ചില മേഖലകളിൽ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇയാളുടെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ തന്നെ ഹിസ്ബുള്ള പലതവണ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു. അങ്ങനെ അന്ന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയ്ക്ക് നൽകിയത്. നേരത്തെ ലെബനനിലായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത്. ഏതായാലും ഇപ്പോൾ സിറിയയിലെ ഹിസ്ബുള്ള നേതാക്കളെ ഓരോരുത്തരെ ഒരുപക്ഷെ പിടികൂടാനായിരിക്കാം അടുത്തതായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന് വേണം നമുക്ക് ഇപ്പോൾ കരുതാൻ. കാരണം സിറിയയിലെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കൊല്ലപ്പെട്ടത്. ജുമയെ സംബന്ധിച്ചിടത്തോളം ഇയാളാണ് സിറിയൻ സൈന്യവുമായി ഹിസ്ബുള്ളയ്ക്കുള്ള എല്ലാവിധ ചർച്ചകളും മറ്റ് പരസ്പര സഹായ സഹകരണങ്ങളും എല്ലാം കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിരുന്ന വ്യക്തി. നേരത്തെ തന്നെ സിറിയൻ ഭരണകൂടവുമായി ഹിസ്ബുള്ളയ്ക്ക് വളരെ മികച്ച ബന്ധമായിരുന്നു. സിറിയയിൽ നേരത്തെ ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്തൊക്കെ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ അവിടുത്തെ നിലവിലുള്ള ഭരണകൂടത്തെയാണ് അനുകൂലിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സിറിയയിലും ഹിസ്ബുള്ളയ്ക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ച് കിട്ടിയത്. കൂടാതെ നേരത്തെ ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ ഇതിന് നേരിയ തോതിൽ തിരിച്ചടി നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏത് രാജ്യത്ത് താമസിച്ചാലും ഹിസ്ബുള്ള തീവ്രവാദികളെ അവിടെ വധിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സിറിയയിലെ ഹിസ്ബുള്ളയുടെ അവരുടെ എൻഒ എന്ന് പറയുന്ന അഥവാ അവരുടെ പ്രതിനിധിയെ തന്നെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. സിറിയയിലെ പല മേഖലകളിലും ഹിസ്ബുള്ളയ്ക്ക് വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിരവധി ആയുധ സംഭരണശാലകളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നത് സിറിയയിലുമാണ്. ഇത് നേരത്തെ തന്നെ ഇസ്രായേൽ പലവട്ടം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ സിറിയ വഴിയാണ്, അല്ലെങ്കിൽ സിറിയ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നത് എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇറാനിൽ നിന്ന് ആയുധം കടത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനത്തെയാണ് അന്ന് തകർത്തത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ഇപ്പോൾ കൊല്ലപ്പെട്ട ജമ വർഷങ്ങളായി സിറിയയിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന വ്യക്തിയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാളെ എന്ത് വില കൊടുത്തും പിടികൂടുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമാക്കിയിരുന്ന ഒന്നാണ്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനം ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയ അവസ്ഥയിലും സിറിയയിൽ നിന്ന് അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇസ്രായേലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ലക്ഷ്യമിട്ട്, ജമയെ തന്നെ ലക്ഷ്യമിട്ട് അവിടേക്ക് വളരെ കൃത്യമായ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്താൻ കഴിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ഡമാസ്കസിലുള്ള കമാൻഡ് സെൻറ്ററിൻ്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻ എന്ന പദവിയും ഈ ജമ വഹിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ആയുധ കള്ളക്കടത്ത് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്നതും അതിൻ്റെ കൃത്യമായ ഏകോപനം നിർവഹിക്കുന്നതും സിറിയയിലിരുന്നു കൊണ്ട് ഈ ജമ ആയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലും ഹിസ്ബുള്ളയുമായി സമാധാന ഉടമ്പടി നിലയിൽ വന്നിട്ടും ഈ രണ്ടുപേരും ഇപ്പോഴും പരസ്പരം പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തുന്നത് മധ്യസ്ഥ രാജ്യങ്ങളുടെ എതിർപ്പിന് ഒരുപക്ഷെ കാരണമായേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഹിസ്ബുള്ളയാണ് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് തങ്ങളെ ആക്രമിക്കുന്നു എന്നാണ് ഹിസ്ബുള്ള കുറ്റപ്പെടുത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ കാര്യത്തിലൊരു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗാസയിലാണ്. അവിടുത്തെ ഹമാസിൻ്റെ ഇനി അവശേഷിക്കുന്ന, അത് വളരെ കുറച്ച് പേരെയുള്ള അവശേഷിക്കുന്ന നേതാക്കളെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മാത്രമല്ല ബന്ദികളുടെ മോചനം എത്രയും വേഗം സാധ്യമാക്കുക എന്ന ലക്ഷ്യവും ഇസ്രായേലിനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനായി ഇപ്പോൾ ശക്തമായി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അടുത്ത വർഷം ജനുവരി 20 താൻ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചിരിക്കണം എന്നും അതല്ലെങ്കിൽ ഹമാസ് നേരിടാൻ പോകുന്നത് നരകതുല്യമായ അവസ്ഥയായിരിക്കും എന്നാണ്. ഹമാസിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത്. ഏതായാലും സിറിയയിൽ നിന്നുകൊണ്ട് തങ്ങളെ എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനിയെ കൂടി, ഹിസ്ബുള്ളയുടെ പ്രധാന നേതാവിനെ കൂടി വകവരുത്തിയിരിക്കുന്നു. ഇത് ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ച വലിയൊരു നേട്ടം തന്നെയാണ്.